നമസ്കാരം. വി ആർ ഫാർമാഗേറ്റ് മലയാളം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഷുഗർ ഉള്ളവർ ഒഴിവാക്കേണ്ട 10 തരം ഭക്ഷണങ്ങളെ പറ്റിയാണ്. നിങ്ങൾക്ക് പ്രമേഹമുണ്ടോ? മരുന്ന് കൃത്യമായി കഴിക്കുന്നുണ്ടോ? എന്നിട്ടും ഷുഗർ കുറയുന്നില്ലേ? അപ്പോൾ പ്രശ്നം മരുന്നിലായിരിക്കണമെന്നില്ല, ദിവസവും കഴിക്കുന്ന ചില ഭക്ഷണങ്ങളിലാവാം. ഒരു ചെറിയ ഉദാഹരണം നോക്കാം. 55 വയസ്സുള്ള ആളാണ് രാജൻ. ഡോക്ടർ നൽകിയ മരുന്ന് കൃത്യമായി കഴിക്കുന്നു. രാവിലെ നടക്കാറുമുണ്ട്. പക്ഷേ HbA1c പരിശോധനയിൽ ഷുഗർ നിയന്ത്രണത്തിലല്ല. വിശദമായി ഭക്ഷണരീതി പരിശോധിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി. രാവിലെ ഫ്രൂട്ട് ജ്യൂസ്, ചായയിൽ 2 സ്പൂൺ പഞ്ചസാര, വൈകുന്നേരം ബിസ്ക്കറ്റ്, രാത്രി വലിയ പ്ലേറ്റ് ചോറ്. ഇതൊന്നും അദ്ദേഹത്തിന് തെറ്റാണെന്ന് തോന്നിയിരുന്നില്ല. പക്ഷേ ഈ ചെറിയ ശീലങ്ങൾ തന്നെയായിരുന്നു ഷുഗർ ഉയർത്തിക്കൊണ്ടിരുന്നത്. ഇന്ന് പ്രമേഹമുള്ളവർ പരമാവധി കുറയ്ക്കുകയോ ഒഴിവാക്കുകയോ ചെയ്യേണ്ട 10 ഭക്ഷണങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഒന്നാമതായി സോഫ്റ്റ് ഡ്രിങ്കുകളും കൂൾ ഡ്രിങ്കുകളും. ആദ്യം തന്നെ കൂൾ ഡ്രിങ്കുകൾ. ഒരു കുപ്പി കോളയിൽ തന്നെ നിരവധി സ്പൂൺ പഞ്ചസാരയുണ്ടാകാം. ഇവയിൽ ഫൈബർ ഇല്ല. അതുകൊണ്ട് ശരീരം പഞ്ചസാര വളരെ വേഗത്തിൽ ആഗിരണം ചെയ്യും. ഫലമെന്താവും? ബ്ലഡ് ഷുഗർ പെട്ടെന്ന് ഉയരും. ചൂടുകാലത്ത് ദാഹം മാറ്റാൻ കോള കുടിക്കുന്ന ശീലമുണ്ടെങ്കിൽ അതിന് പകരം വെള്ളം, നാരങ്ങാ വെള്ളം, അതായത് പഞ്ചസാര ഇടാതെ, അല്ലെങ്കിൽ മോര് വെള്ളം തിരഞ്ഞെടുക്കാം. രണ്ടാമതായി പാക്കറ്റ് ഫ്രൂട്ട് ജ്യൂസുകൾ. ഇത് പഴമല്ലേ, ആരോഗ്യകരമല്ലേ എന്ന് പലരും ഇങ്ങനെ കരുതുന്നു. പക്ഷേ ഒരു ഓറഞ്ച് കഴിക്കുമ്പോൾ കിട്ടുന്ന ഫൈബർ ജ്യൂസിൽ ലഭിക്കില്ല. മാത്രമല്ല പല പാക്കറ്റ് ജ്യൂസുകളിലും അധിക പഞ്ചസാര ചേർത്തിട്ടുണ്ടാവാം. അതായത് പ്രിസർവേറ്റീവ്സ് ആയിട്ടാണ് ചേർക്കുക. ഒരു ഗ്ലാസ് ജ്യൂസ് കുടിച്ചാൽ ഒരേ സമയം ഒന്നിലധികം പഴങ്ങളിൽ നിന്നുള്ള പഞ്ചസാര ശരീരത്തിലെത്തും. അതുകൊണ്ട് പഴം കഴിക്കുന്നത് ജ്യൂസ് കുടിക്കുന്നതിനേക്കാൾ നല്ലതാണ്. മൂന്നാമതായി മധുര പലഹാരങ്ങൾ. ലഡു, ജിലേബി, ഹൽവ, കേക്ക്, പേസ്ട്രി ഇവയെല്ലാം പ്രമേഹ രോഗികളുടെ വലിയ ശത്രുക്കളിൽ ഒന്നാണ്. പഞ്ചസാര മാത്രമല്ല, പലതിലും കൊഴുപ്പും കൂടുതലാണ്. പ്രത്യേക ദിവസങ്ങളിൽ ചെറിയ അളവിൽ കഴിക്കുന്നത് വേറെ കാര്യം. പക്ഷേ പതിവായി കഴിച്ചാൽ ഷുഗർ നിയന്ത്രണം ബുദ്ധിമുട്ടാകും. നാലാമതായി വൈറ്റ് ബ്രെഡ്. രാവിലെ ബ്രെഡ് കഴിക്കുന്നത് ആരോഗ്യകരമാണെന്ന് പലരും കരുതുന്നു. എന്നാൽ സാധാരണ വൈറ്റ് ബ്രെഡ് മൈദ ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത്. ഫൈബർ വളരെ കുറവാണ്. അതുകൊണ്ട് അത് വേഗത്തിൽ ദഹിച്ച് ഗ്ലൂക്കോസായി മാറും. വൈറ്റ് ബ്രെഡിന് പകരം ഹോൾ ഗ്രെയിൻ അല്ലെങ്കിൽ ഹോൾ വീറ്റ് ബ്രെഡ് തിരഞ്ഞെടുക്കുന്നത് കൂടുതൽ നല്ലതാണ്. അഞ്ചാമതായി ബിസ്ക്കറ്റുകൾ. ഞാൻ മധുരം ഒന്നും കഴിക്കാറില്ല. ചായയുടെ കൂടെ കുറച്ച് ബിസ്ക്കറ്റ് മാത്രം. ഇത് പല പ്രമേഹ രോഗികളും പറയുന്ന കാര്യമാണ്. പക്ഷേ പല ബിസ്ക്കറ്റുകളിലും മൈദ, പഞ്ചസാര, എണ്ണ എന്നിവ ധാരാളം ഉണ്ടാകും. ചില ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റുകളും ആളുകൾ കരുതുന്നത് പോലെ ആരോഗ്യകരമാകണമെന്നില്ല. ദിവസവും പലതവണ ബിസ്ക്കറ്റ് കഴിക്കുന്ന ശീലം കുറയ്ക്കുക. ആറാമതായി ചിപ്സും പാക്കറ്റ് സ്നാക്കുകളും. ഉരുളക്കിഴങ്ങ്, ചിപ്സ്, പാക്കറ്റ് സ്നാക്കുകൾ എന്നിവയിൽ കലോറി വളരെ കൂടുതലാണ്. കഴിക്കാൻ എളുപ്പമായതിനാൽ അറിയാതെ വലിയ അളവിൽ കഴിച്ചുപോകും. ഇത് ശരീരഭാരം വർദ്ധിപ്പിക്കുകയും ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂട്ടുകയും ചെയ്യാം. പ്രമേഹ നിയന്ത്രണത്തിന് ശരീരഭാരം നിയന്ത്രിക്കുന്നത് വളരെ പ്രധാനമാണ്. ഏഴാമതായി മധുരമുള്ള ബ്രേക്ക്ഫാസ്റ്റ് സീരിയൽസ്. TV പരസ്യങ്ങളിൽ കാണുന്ന പോലെയുള്ള സീരിയൽസും ആരോഗ്യകരമായി തോന്നും. പക്ഷേ അവയിൽ ഒളിഞ്ഞിരിക്കുന്ന പഞ്ചസാരയുടെ അളവ് പലർക്കും അറിയില്ല. രാവിലെ തന്നെ വലിയ അളവിൽ പഞ്ചസാര ശരീരത്തിലെത്താൻ ഇത് കാരണമാകും. അതുകൊണ്ട് ലേബൽ വായിച്ചതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. പഞ്ചസാര അടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒഴിവാക്കുക. എട്ടാമതായി ഐസ്ക്രീം. ഐസ്ക്രീമിൽ പഞ്ചസാരയും കൊഴുപ്പും ഒരുമിച്ചാണ് ഉണ്ടാക്കുന്നത്. അതിനാൽ അത് വളരെ രുചികരമാകും. പക്ഷേ പ്രമേഹ രോഗികൾക്ക് ഇത് സ്ഥിരമായി കഴിക്കുന്നത് നല്ല ശീലമല്ല.
പ്രത്യേക അവസരങ്ങളിൽ വളരെ ചെറിയ അളവിൽ മാത്രം, ദിവസേനയോ ആഴ്ചയിൽ പലതവണയോ കഴിക്കുന്നത് ഒഴിവാക്കുക. 9. മധുരം ചേർത്ത ചായയും കാപ്പിയും. 1 കപ്പ് ചായയിൽ 1 സ്പൂൺ പഞ്ചസാര. ദിവസം 4 കപ്പ് ചായ കുടിച്ചാൽ അത് 4 സ്പൂൺ പഞ്ചസാരയായി. ചിലർ കാപ്പിയും ചായയും ചേർത്ത് ദിവസത്തിൽ പല തവണ കുടിക്കും. അങ്ങനെ നോക്കുമ്പോൾ അറിയാതെ തന്നെ വലിയ അളവിൽ പഞ്ചസാര ശരീരത്തിലെത്തുന്നു. സാധ്യമെങ്കിൽ പഞ്ചസാര കുറയ്ക്കുകയോ ഒഴിവാക്കുകയോ ചെയ്യുന്നു. അവസാനമായി, അമിതമായ വെളുത്ത അരിയുടെ ഉപയോഗം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണിത്. വെളുത്ത അരി പൂർണ്ണമായി ഉപേക്ഷിക്കണമെന്നല്ല, പക്ഷെ അളവ് വളരെ പ്രധാനമാണ്. ഒരു വലിയ മല പോലെ ചോറ് കഴിച്ച് കറിയും പച്ചക്കറികളും കുറച്ചാൽ ഷുഗർ ഉയരാനുള്ള സാധ്യത കൂടുതലാണ്. ചോറിൻ്റെ അളവ് നിയന്ത്രിക്കുകയും പച്ചക്കറികളും പ്രോട്ടീനും കൂട്ടുകയും ചെയ്യുന്നത് നല്ല രീതിയാണ്. അവസാനമായി, ഇപ്പോൾ ഒരു കാര്യം പ്രത്യേകം ഓർക്കണം. പ്രമേഹമുള്ളവർക്ക് ഒരു ഭക്ഷണവും വിഷമല്ല.